ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. റെക്കോർഡ്സ് റൂമിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പുക കണ്ടപ്പോൾ ഉടനെ തന്നെ നമ്മൾ മെയിൻ സ്വിച്ചും അതുപോലെ തന്നെ എല്ലാ ഫ്യൂസും ഞങ്ങൾ ഊരി. അപ്പോൾ അപ്പുറത്തൊരു റൂമിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. 2 റൂമുകളിൽ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലുമായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. ഒരു 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂം കൂടെ ഉണ്ട്. അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റുകളും നഷ്ടപ്പെട്ടു. എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീപിടുത്തത്തിന്റെ കാരണം പ്രാഥമികമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് ജീവനക്കാർ ചെന്ന് നോക്കുമ്പോഴാണ് തീ പിടിച്ച വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. പഴയ റെക്കോർഡുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. പുതിയ ഇടപാടുകാരുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഫയലുകളും കത്തി നശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ബാങ്കിന്റെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തീപിടുത്തത്തിന്റെ പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി വീണ്ടും ഒരു പരിശോധന അവിടെ നടത്തുമെന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. തീപിടുത്തത്തിന് കാരണമായത് ഷോർട്ട് സർക്യൂട്ടാണ്. റെക്കോർഡ്സ് റൂമിനാണ് തീപിടിച്ചിട്ടുള്ളത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകി.